ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട ഇന്നോവയാണ്. ഇന്നോവ 2015 മോഡൽ വണ്ടിയാണ്. അങ്കമാലി വണ്ടിയാണ്. ഇതിൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി വൈബ്രേഷനാണ് കൂടുതലായിട്ടും കസ്റ്റമറുടെ കംപ്ലയിൻറ്റ്. ബോഡി വൈബ്രേഷൻ, അതുപോലെ തന്നെ ഡോർ പാഡും സീറ്റും എല്ലാം സൗണ്ട്, അതുപോലെ തന്നെ സസ്പെൻഷൻ വീക്കും. കമ്പനിയിൽ സർവീസ് ചെയ്യുന്ന വണ്ടിയാണ്. കമ്പനിയിൽ കുറച്ച് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്, ഷോക്ക്, അങ്ങനെയുള്ള കംപ്ലയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. റിയറിലെ ലാക്ടോഡ് ബുഷ്, അങ്ങനെയുള്ള കംപ്ലയിൻറ്റുകൾ. അപ്പോൾ അത് കമ്പനിയിൽ ചെയ്യാതെ നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ അടുത്ത് എല്ലാ പാർട്സുകളും നമ്മൾ മാറ്റി. അവിടെ പറഞ്ഞ കംപ്ലയിൻറ്റുകൾ പിന്നെ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കംപ്ലയിൻറ്റുകളും വീൽ ബെയറിംഗ് ഒക്കെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. എല്ലാ പാർട്സുകളും നമ്മൾ ഒറിജിനൽ തന്നെ ഇട്ടിട്ടാണ് ചെയ്തത്. കസ്റ്റമർ റിക്വസ്റ്റ് ആണ് ഒറിജിനൽ പാർട്സ് മാത്രം ഇട്ടാൽ മതി എന്ന്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഷോക്കും റിയർ ഷോക്കും മാത്രം നമ്മൾ ഒറിജിനൽ അല്ല, ഗബ്രിയിലാണ് ഇട്ടേക്കുന്നത്. ഒറിജിനൽ ഓയി വരുന്നതും ഗബ്രിയിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗബ്രിയിൽ എല്ലാ ഷോക്കുകളും നമ്മൾ ഗബ്രിയിലാണ് ഇടുന്നത്. ഇതുവരെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല. 1-2 സാധനം മാത്രം നമുക്ക് ലീക്കിൻ്റെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വാറണ്ടി ഉള്ളത് കൊണ്ട് നമുക്കത് ക്ലെയിം ചെയ്തും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒറിജിനൽ പാർട്സിന് നമുക്ക് ക്ലെയിം കിട്ടാൻ ഇത്തിരി ചാൻസ് കുറവാണ്, നമുക്ക് ഔട്ട് സൈഡ് ആയതുകൊണ്ട്. മറ്റു പാർട്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വാറണ്ടിയിൽ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ ഈ റോഡിൽ ഞാൻ കസ്റ്റമറിന് ഇരുത്തി ഓടിച്ചതാണ്. ഫുള്ള് സൗണ്ടായിരുന്നു. ബോഡി അതുപോലെ തന്നെ ഇൻറ്റീരിയറിലൊക്കെ പറന്നുള്ളൊരു സൗണ്ടായിരുന്നു. ഇപ്പോൾ പക്ക സൈലൻ്റ് ആയിട്ടുണ്ട് വണ്ടി. വേറെ സൗണ്ടുകളോ ഒന്നുമില്ല. പിന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ സൈഡിൽ നിന്നൊരു ഹെവി നോയ്സ്, ഒരു ഗ്രിന്നൊരു ഹെവി നോയ്സ് വന്നുകൊണ്ടുണ്ടായിരുന്നു. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ പൈപ്പ് വിട്ട് കിടക്കുന്നതിൻ്റെ ഒരു സൗണ്ടാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 30 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. 4th ഗിയറിലാണ് നമ്മൾ ഓടുന്നത്. സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല. നോർമലി 4th ഗിയറിൽ നമുക്ക് ഇങ്ങനെ 30 കിലോമീറ്ററിലൊന്നും പോകാൻ കഴിയില്ല. എങ്കിലും ഞാൻ സൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ നോർമലി പ്രോബ്ലം ഒന്നുമില്ല. വൈബ്രേഷൻ അങ്ങനെ അത്ര വലിയ വൈബ്രേഷൻ ഇല്ല. നോർമൽ നമ്മൾ ആ ഒരു ബോഡി വൈബ്രേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 4th ഗിയറിൽ പോകുമ്പോൾ ഒരു വൈബ്രേഷൻ അതുണ്ട്. അത് യൂഷ്വലി നമുക്ക് എല്ലാ വണ്ടിക്കും നമുക്ക് അങ്ങനെ ഒരു ഇത് വരും. ലോ ടോർക്കിൽ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചെറിയൊരു വൈബ്രേഷൻ വരാൻ സാധ്യത ഉണ്ട്. പിന്നെ നമ്മൾ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് മാറ്റിയിട്ടുണ്ട് 2 അതേപോലെ തന്നെ ടൈറോയിഡ് എൻഡ് 2 നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഒറിജിനൽ പാർട്സ് തന്നെയാണ് മാറ്റിയത്. പിന്നെ ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിയർ ടൈറ്റ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗിയർ ടൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് ഞാൻ ഓടിച്ച് നോക്കുമ്പോഴും ഫസ്റ്റ് ടൈം എടുക്കുമ്പോൾ തന്നെ നല്ലൊരു ടൈറ്റ് വണ്ടിക്കകത്ത് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഫസ്റ്റും അതുപോലെ റിവേഴ്സ്. നേരത്തെ നമ്മുടെ അവിടെ സർവീസ് ചെയ്തു പോയത് വണ്ടിയാണ് കേട്ടോ. സർവീസ് നേരത്തെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാഷ്ബോർഡ് ഇളക്കിയിട്ട് നമ്മൾ ആ ഔട്ട് സൈഡ് സ്മെല്ലുണ്ടല്ലോ, അതിനുള്ള വർക്കുകളായിരുന്നു നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡാഷ്ബോർഡിൽ മാത്രം. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം ഒരു വർഷം മുന്നാണോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഈ ഒരു സസ്പെൻഷൻ വർക്ക് കാര്യങ്ങളിൽ വന്നാണ്. ഓയിൽ സർവീസ് കാര്യങ്ങളൊക്കെ കമ്പനിയിൽ തന്നെയാണ് ചെയ്തിട്ട് അവിടെയുള്ള ബാക്കിയുള്ള വർക്കുകൾ കംപ്ലീറ്റ് നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റും എൻഡ് നമ്മൾ ഒറിജിനൽ തന്നെയാണ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. അതുപോലെ ഫ്രണ്ട് വീൽ ബെയറിംഗ് നമ്മൾ ഒറിജിനൽ തന്നെ ഇട്ടു. ഫ്രണ്ട് വീൽ ബെയറിംഗ് റൈറ്റ് സൈഡ് ഹെവി ഷെയ്ക്ക് ആയിരുന്നു. അപ്പോൾ സൗണ്ട് അല്ല, ഹെവി ഷെയ്ക്ക് ആയിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറയുന്നത് പോലെ ഇന്നോവയുടെ സസ്പെൻഷൻ പാർട്സുകൾ കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓടിച്ച് നോക്കുമ്പോഴോ റഫ് റോട്ടിൽ ഓടിച്ച് നോക്കുമ്പോഴോ ഒന്നും അങ്ങനെ കംപ്ലയിൻറ്റ് വരില്ല. വീൽ ബെയറിങ്ങിൻ്റെ സൗണ്ട് വരില്ല. റിയർ വീൽ ബെയറിംഗ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യും. ബാക്ക് എന്ന് പറഞ്ഞിട്ട് മൂളും. അല്ലാത്ത പക്ഷം നമുക്കെല്ലാം നോർമൽ പക്കയായിരിക്കും. ഓടിക്കുമ്പോൾ ഒന്നും അറിയില്ല. പിന്നെ സസ്പെൻഷൻ്റെ കംപ്ലയിൻറ്റ് മെയിനായിട്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടിക്കുമ്പോൾ വണ്ടി ഇങ്ങനെ ആഞ്ചി പോകുന്നത് പോലെ ഒരു ഫീൽ ചെയ്യും. ആ ഒരു ഫീൽ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും റിയർ സസ്പെൻഷൻ കംപ്ലൈൻ്റ് ആയിരിക്കും. അതുപോലെ ഫ്രണ്ട് സസ്പെൻഷൻ പുഷ് കിറ്റും കംപ്ലൈൻ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കയറ്റത്തൊക്കെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ഇറങ്ങി വരുമ്പോൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ നമുക്ക് ഫ്രണ്ട് വീൽ ഒരു ഇടുപ്പ് കിട്ടും. ഇടുപ്പ് മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നൊരു ഫീലിംഗ് കിട്ടും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സസ്പെൻഷൻ കംപ്ലൈൻറ്റിൻ്റെ കണ്ടുപിടിക്കാൻ കഴിയും. പിന്നെ മെയിനായിട്ട് ഒരു കംപ്ലൈൻറ്റും കൂടെ ഉണ്ടായിരുന്നത് സെക്കൻഡ് ഗിയറിൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ടൈമുകളിൽ സെക്കൻഡ് ഗിയർ സ്ലിപ്പായിട്ട് ന്യൂട്രൽ പൊസിഷനിലേക്ക് വരും. ആ ഒരു കംപ്ലയിൻറ്റ് മെയിനായിട്ട് നമുക്ക് വരുന്നത് ഗിയർ ലിവറിൻ്റെ താഴെ ഒരു ബുഷ് വരുന്നുണ്ട്. ആ ബുഷ് കംപ്ലയിൻ്റ് ആകുമ്പോഴാണ് ആ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ബുഷ് മാത്രം മാറിക്കൊടുത്താൽ മതി. ഇങ്ങനെ ഗിയർ സ്ലിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിയർ ബോക്സ് പണിയാനോ അല്ലാന്നുണ്ടെങ്കിൽ സിങ്ക്രണൈസറുടെ കംപ്ലയിൻ്റ് ഒന്നും ആയിരിക്കില്ല. ഗിയർ ലിവറിൻ്റെ അടിയിൽ വരുന്നൊരു ബുഷിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് ഈ ഗിയർ സ്ലിപ്പിംഗ് വരുന്നത്, സെക്കൻഡ് ഗിയർ. അത് മിക്ക വണ്ടികളിലും നമുക്ക് കാണാറുണ്ട്. ഞാൻ സർവീസിന് ക്ലച്ച് ചെയ്യുമ്പോൾ എല്ലാ വണ്ടിയിലും ഗിയർ ലിവർ ബുഷ് നമ്മൾ മാറ്റി കൊടുക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൈലോണിൻ്റെ ബുഷാണ്. അത് പെട്ടെന്ന് തന്നെ ഹാർഡായിട്ട് കട്ടാവാൻ സാധ്യത കൂടുതലാണ്. ഏത് വണ്ടി നമ്മൾ ക്ലച്ച് ഇറക്കുമ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിൽ അത് കട്ടായിട്ട് മൊത്തം പൊടിഞ്ഞ് ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കും. ആ സമയത്ത് ഗിയർ ലിവർ കറക്റ്റായിട്ട് സീറ്റിംഗ് ആവില്ല. നമ്മൾ എൻഗേജ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഗിയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പിടിച്ച് നിൽക്കില്ല. ഒരു സ്ലിപ്പിംഗ് ഉണ്ടാവും. നമ്മളൊരു പെട്ടെന്നൊരു ആക്സിലേഷൻ കൊടുക്കുമ്പോൾ അത് ചാടി അങ്ങ് പുറത്ത് വീഴും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആ കംപ്ലയിൻറ്റ് വരുന്നത്. പിന്നെ മെയിനായിട്ട് പറഞ്ഞത് കസ്റ്റമറിൻ്റെ ബോഡി വൈബ്രേഷനാണ് നേരത്തെ പറഞ്ഞ മാതിരി.
അത് ഫുള്ളി സോൾവ് ആയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഓടിക്കാൻ തന്നെ നല്ല സ്മൂത്ത് ഉണ്ട്. ക്ലച്ച് റേസ് ആവുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ക്ലച്ച് ഇതുവരെ മാറിയിട്ടില്ല കസ്റ്റമർ. ഇപ്പോൾ വണ്ടി എടുത്തത് പിന്നെ സിംഗിൾ ഓണർ വണ്ടിയാണ്, 160 ഓടിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ക്ലച്ച് മാറിയിട്ടില്ല. പക്ഷേ ക്ലച്ച് കംപ്ലൈൻറ്റ് ഉണ്ട്. കസ്റ്റമറുടെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് ക്ലച്ച് നല്ലോണം റേസ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ റേസിങ് ഞാൻ കാണിച്ചും കൊടുത്തതാണ്. പക്ഷേ ഫണ്ടിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അത് ക്ലച്ചും ഇപ്പോൾ ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത സർവീസിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ക്ലച്ച് വെച്ചിട്ടുണ്ട്. ക്ലച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു പുള്ളിങ് ലെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റേ എയർ സെൻസറിൻ്റെ ആ ഫിൽറ്റർ ഉണ്ടല്ലോ, അത് ഇതിൽ ക്രാക്ക് ആയതുകൊണ്ട് നമുക്ക് ഓടിക്കുമ്പോൾ അതിൻ്റെ ഒരു വേക്കം ഇൻലെറ്റിലേക്ക് വരുന്ന വേക്കത്തിൻ്റെ പ്രഷർ കറക്റ്റായിട്ട് കിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഫുള്ളി ക്ലോസ്ഡ് ആയിരിക്കണം. അതിലെന്തെങ്കിലും ഒരു ക്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഔട്ട് സൈഡിൽ നിന്ന് എയർ അതിലേക്ക് വലിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് സെൻസിങ് കിട്ടില്ല. എത്ര പ്രഷർ മാനിഫോൾഡിൽ ഉണ്ട് എന്നുള്ളൊരു പ്രഷർ കിട്ടില്ല. അതുകൊണ്ട് പുള്ളിങ്ങിന് നല്ലൊരു ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ എല്ലാ സർവീസിനും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ എയർ ഫ്ലോ സെൻസറിൻ്റെ ആ ഒരു ഫിൽറ്റർ മാറ്റി തരുന്നൊരു കട്ടാണ്. നമുക്ക് ഒറിജിനൽ വരുന്നത് കൊണ്ട് 1800 ചില രൂപ എങ്ങാണ്ട് വരുന്നുണ്ട് ഒരെണ്ണത്തിന്. 1800 1700 ആണ്. അപ്പോൾ അതൊരെണ്ണം മാറ്റി വിട്ട് കഴിഞ്ഞാൽ വണ്ടിയുടെ പെർഫോമൻസേ വ്യത്യാസമാവും. നല്ല രസമായിരിക്കും. അതുപോലെ ക്ലച്ചും കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കാല് കൊടുക്കുന്നതിനനുസരിച്ചുള്ള പുള്ളിങ് നമുക്ക് നല്ലവണ്ണം ഫീൽ ചെയ്യാൻ പറ്റും ഓടിക്കാനും. അതുപോലെ തന്നെ നല്ല രസമായിരിക്കും ഓടിക്കാനായിട്ട്. അത് സർവീസിൽ നമ്മൾ ഈ സാധനം ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്നോവ എന്ന് മാത്രമല്ല കേട്ടോ, ഏത് ഡീസൽ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ഒന്ന് കറക്റ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, സർവീസിൻ്റെ പ്രൊസീജിയർ കറക്റ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ തന്നെ നല്ലൊരു ഫീലിംഗ് ആണ്. സർവീസ് കഴിഞ്ഞ് വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും ആ ഒരു ഫീലിംഗ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിനകത്ത് തന്നെ ഒരു തൃപ്തി തന്നെ ആയിരിക്കും. ആ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ പോയി, അതുപോലെ പുള്ളിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ലൊരു ഫീലിംഗ് ആയിരിക്കും. ഇനിയിപ്പോൾ വീൽ അലൈൻമെൻറ്റ് മാത്രം ചെയ്യാനുണ്ട്. അപ്പോൾ കസ്റ്റമർ സ്റ്റേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ സ്റ്റേ ചെയ്തിട്ടാണ് ഇനിയിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇന്നലെ വന്നു. അപ്പോൾ ഇന്നിപ്പോൾ വണ്ടി വർക്കെല്ലാം കഴിഞ്ഞ് ഓടിച്ച് നോക്കി ക്ലിയർ ആണ്. ഇനിയിപ്പോൾ അങ്ങനെ വണ്ടി ഡെലിവറിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.